ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു എന്ന ഒരു സിമ്പിൾ കഥയെ ആ കഥ ശരിക്കും നടന്നൊരു സംഭവമായി ചേർത്ത് ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കുന്നു. ഹോളിവുഡിൽ ടാരൻറ്റീനോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ അത്തരമൊരു സംഭവം വളരെ ബ്രില്യൻ്റായിട്ട് രേഖാചിത്രം എന്ന സിനിമയുടെ അണിയറക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാം. രേഖ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച അനശ്വര വളരെ നന്നായി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലത്തും ഡൗൺ ആയിട്ടുണ്ട്. ആക്ടിങ്ങിലൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ അനശ്വരയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അത് സംവിധായകൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം പ്രധാനമായിട്ടും. ഇപ്പോൾ ആസിഫ് അലിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് ചെയ്ത വേഷങ്ങളെല്ലാം ഇനി കൂമൻ, തലവൻ, അതിലുള്ള പോലെ തന്നെ ഒരു പോലീസ് വേഷങ്ങളെ വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ശരിക്കും എന്ന് പറയുന്നത് ഈ ആദ്യമായിട്ട് ആണെന്ന് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി പോലൊരു പടം. അതാണ് ഈ പടത്തിൻ്റെ ഫ്രഷ്നെസ്സും പിന്നെ വിജയത്തിന് പിന്നിലുമെന്ന് മനസ്സിലാക്കാം. ശരിക്കുമുള്ള ആളുകളുടെ രൂപസാദൃശ്യത്തെ പാളിപ്പോകാതെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജഗദീഷിൻ്റെ സീനിൽ ആ പഴയകാലം കാണിക്കുന്നത് അത് അത്ര പെർഫെക്റ്റായി തോന്നിയില്ല. അത് വളരെ മോശം കാസ്റ്റിംഗ് ആയിരുന്നു. ഒന്നുകിൽ AI വെച്ചോ അല്ലെങ്കിൽ കുറച്ചും കൂടി രൂപസാദൃശ്യമുള്ള ഒരു പെർഫെക്റ്റ് കാസ്റ്റിങ്ങോ ഉപയോഗിക്കാമായിരുന്നു. മമ്മൂട്ടിക്ക് കൊടുത്ത ബിൽഡപ്പ് അൺറിയലായിട്ടാണ് ഫീൽ ചെയ്തത്. അവിടെയൊക്കെ ഒരു ലോജിക്കില്ലായ്മ സംഭവിച്ചിട്ടുണ്ട്. അവസാനം ആ ഫോട്ടോ കൊടുക്കുന്ന സീനൊക്കെ. ജയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾഡ് സ്കൂൾ ഓഫ് ആക്ടിങ്. ഇങ്ങനെയൊക്കെ ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിലും പടം മൊത്തത്തിൽ കാണാൻ ഉള്ളതുണ്ട്. ജോഫിൻ എന്ന സംവിധായകനിൽ നിന്നും ഇനിയും നല്ല പടങ്ങൾ ഉണ്ടാകട്ടെ.